സമ്പൽ സമൃദ്ധിയുടെ നാടെന്നഭിമാനിക്കുന്ന യൂറോപ്പിൽ മാതാപിതാക്കളുടെ വാർദ്ധക്യം മക്കൾക്കൊരു തലവേദനയാണ്. മക്കളുടെ സ്നേഹത്തിനും പരിചരണത്തിനും കൊതിച്ചിട്ട് അത് കിട്ടാതെ മാനസിക രോഗികളായി തീർന്ന മനുഷ്യജീവിതങ്ങൾ. ലോകമഹായുദ്ധത്തിന്റെ കെടുതികൾ പേറുന്ന ഹതഭാഗ്യരായ മറ്റൊരു കൂട്ടർ. ഇത്തരത്തിൽ ശരീരത്തിനും മനസ്സിനും ഹൃദയത്തിനും മുറിവേറ്റ കുടുംബങ്ങളിൽ തിരസ്കൃതരായ വ്യക്തികൾ. ഇവരിടം തേടുന്നത് വിയന്നയിലെ കാരിത്താസ് സൊസൈറ്റി നടത്തുന്ന ഭവനത്തിലായിരുന്നു. 1967 ആദ്യമായി നസ്രസ് മക്കൾ അവിടെ കടന്നു ചെല്ലുന്നത്. വിയന്ന ആർച്ച് ബിഷപ്പായിരുന്ന കാർഡിനൽ ഫ്രാൻസ് കൂണിങ്ങിന്റെ ക്ഷണം സ്വീകരിച്ച് 10 വർഷത്തെ എഗ്രിമെന്റോടുകൂടി ഇവിടുത്തെ വൃദ്ധമന്ദിരത്തിൽ 3 സഹോദരിമാർ പ്രവർത്തനം ആരംഭിച്ചുകൊണ്ട് സഭയുടെ വിദേശ മിഷൻ ഇന്ത്യക്ക് വെളിയിലേക്ക് വ്യാപിപ്പിച്ചു. 1978 മുതൽ റീഡ്ബർഗ് വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട പസ്റ്റോർ അച്ഛനും ഇടവക ജനങ്ങളും താൽപ്പര്യപ്പെട്ടതുകൊണ്ടും 10 വർഷത്തെ എഗ്രിമെന്റ് പൂർത്തിയായതുകൊണ്ടും ഈ സേവനം ജർമ്മനിയിലേക്ക് മാറ്റി. രോഗവും വാർദ്ധക്യവും കൊണ്ട് പരസഹായം കൂടാതെ ജീവിക്കാൻ പറ്റാത്തവരെ കുളിപ്പിച്ച് വൃത്തിയാക്കുക, വസ്ത്രം ധരിപ്പിക്കുക, ഭക്ഷണവും മരുന്നും കോരിക്കൊടുക്കുക, പള്ളിയിൽ കൊണ്ടുപോകുക, നല്ല മരണത്തിനൊരുക്കുക, മരണാസന്നരായവർക്ക് അന്ത്യകൂദാശ നൽകി മരണസമയത്ത് ദൈവാനുഗ്രഹം ലഭ്യമാക്കുക തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ ഇവർ ചെയ്യുന്നു. സ്വന്തപ്പെട്ടവർക്ക് വേണ്ടി മാറ്റിവെക്കുവാൻ സമയവും സൗകര്യവുമില്ലാത്ത ജർമ്മൻ ജനത 8 മണിക്കൂർ ജോലി ചെയ്യുന്ന അവരുടെ ബാക്കി സമയം സ്വന്തം കാര്യങ്ങൾക്കായി ചെലവഴിക്കുന്ന ഇവർ ജീവിതം മുഴുവൻ ആസ്വദിക്കുക എന്ന ലക്ഷ്യവുമായി മുന്നോട്ട് നീങ്ങുമ്പോൾ ഇങ്ങനെയുള്ള വൃദ്ധമന്ദിരങ്ങളാണ് തങ്ങളുടെ പ്രിയപ്പെട്ടവർക്കു വേണ്ടി ഇവർ കണ്ടെത്തുന്ന സുരക്ഷിത സങ്കേതങ്ങൾ. രോഗത്തിന്റെ ഏകാന്തതയിലും ഇവരെ സാന്ത്വനിപ്പിച്ചും അവരുമായി സംസാരിച്ചും പാടിയും കളിച്ചും ചിരിച്ചും സന്തോഷിപ്പിച്ചും പ്രാർത്ഥിച്ചും കൂദാശകൾ സ്വീകരിക്കാൻ സഹായിച്ചും മക്കളിൽ നിന്ന് ലഭിക്കാത്ത സ്നേഹവും പരിഗണനയും നിർലോഭം നൽകി ഏകാന്തതയിൽ നിന്നും മോചനം നൽകി നസ്രായൻ യേശുവിന്റെ കരുണാർദ്ര സ്നേഹം പങ്കുവയ്ക്കുകയാണ് ഈ സഹോദരിമാർ. നാട്ടിലും ജർമ്മനിയിലുമായി നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി ജോലി ചെയ്യുന്നവരും ഇസ്രായേലിൽ സേവനമനുഷ്ഠിക്കുന്നവരും റോമിലും ജർമ്മനിയിലും പഠനത്തിലേർപ്പെട്ടിരിക്കുന്നവരുമായി 55ഓളം സിസ്റ്റേഴ്സ് വിദേശ മിഷനിൽ പ്രവർത്തിക്കുന്നു. പ്രതികൂല കാലാവസ്ഥയും വ്യത്യസ്തമായ ഭാഷയും ആളുകളും ഭക്ഷണരീതികളും ഈ സഹോദരിമാർ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. കുടുംബങ്ങളെയും വ്യക്തികളെയും യേശുവിന്റെ സമാധാനത്തിലെത്തിക്കുക, രക്ഷിക്കുക എന്ന ദൗത്യം ഇവർ ആനന്ദത്തോടെ പ്രാവർത്തികമാക്കുന്നു. സ്വന്തം നാടും വീടും വിട്ട് അകലങ്ങളിലായിരിക്കുന്ന ഇവർക്ക് 3 വർഷം കൂടുമ്പോഴുള്ള മേജർ സുപ്പീരിയേഴ്സിന്റെ സന്ദർശനം ഏറെ സന്തോഷവും മാനസിക ഉല്ലാസവും പ്രദാനം ചെയ്യുന്നു. ജർമ്മനിയിൽ നസ്രത്ത് സഹോദരികൾ പ്രവർത്തിക്കുന്ന ഏക ആശുപത്രിയാണ് ലിംബുർഗിലുള്ളത്. അംഗങ്ങളുടെ കുറവ് മൂലം ആശുപത്രിയുടെ പ്രവർത്തനം തുടരുന്നത് അസാധ്യമായ സാഹചര്യത്തിൽ വിൻസെൻഷ്യൻ സിസ്റ്റേഴ്സിൽ നിന്നും ലിംബുർഗ് കത്തീഡ്രൽ പള്ളി വികാരി വഴി കൈമാറിക്കിട്ടിയ ആശുപത്രിയിൽ 6 CSN സിസ്റ്റേഴ്സ് സേവനം ചെയ്യുന്നു. നിരാലംബരും രോഗികളുമായ വൃദ്ധദമ്പതികൾക്ക് ആവശ്യമായ എല്ലാ പരിചരണങ്ങളും നൽകി ഏകാന്തതയുടെയും അനാഥത്വത്തിന്റെയും ആഴക്കടലിൽ നിന്ന് കരകയറ്റി സന്തോഷത്തിലും സമാധാനത്തിലും ജീവിത സായാഹ്നം ചിലവഴിക്കാൻ നസ്രത്ത് മക്കൾ ഇവരെ സഹായിക്കുന്നു. ഇന്ന് ജർമ്മനിയിലെ പാദർബോൺ, ലിംബുർഗ്, എസ്സൻ, മുൻസ്റ്റർ, ഓസ്നാബ്രുക്ക് എന്നീ 5 രൂപതകളിലായി റീഡ്ബർഗ്, ഹാം, ഹൗസൻ, എസ്സൻ, ആൾസ്റ്ററ്റ്, വീറ്റ്മാർഷൽ എന്നീ 6 വൃദ്ധമന്ദിരങ്ങളിലും ലിംബുർഗ് ആശുപത്രിയിലും 3 പ്രൊവിൻസുകളിൽ നിന്നുമുള്ള നസ്രസ് സഹോദരിമാർ ജനറലേറ്റിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്നു. വീടുകളിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കും
സംലഭ്യരായിക്കൊണ്ട് ഇടവക വികാരിയോടൊത്തു പ്രവർത്തിക്കുവാൻ, മനുഷ്യമക്കളിൽ ദൈവത്തെ കൊണ്ടെത്തിക്കുവാൻ നസ്രസ് മക്കൾ ഏറെ ശ്രമിക്കുന്നു.
പുതുക്കും